സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് വികസന വിരോധം പാടില്ല. ശബരിമല പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരു വിമാനത്താവളം വരുന്നത് എന്തുകൊണ്ടും നാട്ടിലെ വികസനത്തിന് അനിവാര്യമാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയുടെ വികസനത്തിന് വിമാനത്താവളം അനിവാര്യമായി വരുന്നു. അപ്പോൾ ഈ പദ്ധതി സതീശൻ സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും വിമാനത്താവളം അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏബ്രഹാം കലമണ്ണിൽ അവിടെ ഡ്രോൺ സർവേ നടത്തിക്കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് MP MLA ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സർവേ എന്ന് അദ്ദേഹം വാക്കാൽ പറഞ്ഞു. പിന്നെ ഇപ്പോഴാണിപ്പോൾ ജില്ലാ കളക്ടർ തഹസീൽദാരോട് ഇത്രയും വാർത്ത വന്നപ്പോഴാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് അതിന് VD സതീശൻ എവിടെ പറഞ്ഞു, ആറന്മുള തന്നെ പണിയാൻ പോകുന്നു എന്ന് എവിടെ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിലൊരാശങ്കയുണ്ടല്ലോ. 10 വർഷം മുമ്പ് സുപ്രീം കോടതി അനുമതി നിഷേധിച്ച ഒരു മണ്ണിൽ വീണ്ടും ഇത്തരത്തിൽ സർവേയുമായി അതേ സ്വകാര്യ വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ പത്തനംതിട്ട ജില്ലയിലുള്ളവർക്ക്, പ്രത്യേകിച്ച് ആറന്മുളയിലുള്ളവർക്ക് ആശങ്ക അത് വാനോളമുണ്ടല്ലോ. ശ്രീ അരുൺ മോഹൻ. തീർച്ചയായും 500 രൂപയ്ക്ക് വാങ്ങിയ ഭൂമി 5000 രൂപയ്ക്ക് സെന്റിന് വിൽക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ഒരു മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആറന്മുള വിമാനത്താവള പദ്ധതി എന്നുള്ള പേരോ ഏവിയേഷൻ പ്രൊജക്ട് എന്നുള്ള പേരോ KGS കമ്പനി എന്നുള്ള പേരോ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഇതിന്റെ യാഥാർത്ഥ്യം അവിടെയാണ്. അദ്ദേഹം വ്യവസായ സൗഹൃദ മേഖലയായി തന്റെ സ്വാധീനമുള്ള UDF ഗവൺമെന്റിൽ നിന്ന് കഴിഞ്ഞ 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു ഉത്തരവ് മേടിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനമാണ്. ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്ന അദ്ദേഹം സൂചിപ്പിച്ച അർത്ഥസത്യങ്ങൾ കൂടി കൃത്യമായ രീതിയിൽ ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുക. VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ NOC നൽകി. LDF സർക്കാർ ഒരു കാലത്തും ഇതിന് അനുകൂലമായിരുന്നില്ല എന്നൊക്കെ LDFന്റെ പ്രതിനിധി ആദ്യം തന്നെ ഇവിടെ പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കാൻ വളരെ വ്യക്തമായി UDFന്റെ പ്രതിനിധി സൂചിപ്പിച്ചു. ശരിയാണ്, അച്യുതാനന്ദൻ മുട്ടൽ വെച്ചൊപ്പിട്ടാണ് കൊടുത്തതെന്നാണ് കഴിഞ്ഞ ദിവസം എബ്രഹാം കലമണ്ണിൽ പ്രഖ്യാപിച്ചത്. ശരിയാണ്. അതിനുശേഷം 2011-2016 ഈ പദ്ധതിയിൽ സർക്കാർ ഓഹരി പങ്കാളിത്തം എടുത്തത് എന്തിനാണ് എന്ന് ഈ പ്രകൃതിയെ നശിപ്പിച്ചൊന്നും അല്ലാതെ ആറന്മുളയിൽ തന്നെ വിമാനത്താവള പദ്ധതി വേണമെന്ന് നിർബന്ധമില്ല എന്ന് ഈ ചർച്ചയിൽ സൂചിപ്പിച്ച കോൺഗ്രസ് പ്രതിനിധി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സർക്കാർ പങ്കാളിയായി എന്നുള്ളത് വ്യക്തമാക്കേണ്ടതാണ്. ഒന്ന്. മറ്റൊന്ന്, 2012 സെപ്റ്റംബർ മാസത്തിലാണ് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അതായത് UDF കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവർ കേന്ദ്ര സിവിൽ മന്ത്രാലയം എന്തുകൊണ്ട് ഈ പദ്ധതിക്ക് അനുമതി കൊടുത്തു? ഇത്രയും പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് അദ്ദേഹം തന്നെ എനിക്കൊന്ന് സൂചിപ്പിച്ച് കാണുമെന്ന് കരുതുന്നു. വളരെ വിശദമായി, ഇപ്പൊ രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ടല്ലാതെ പരിസ്ഥിതിയെ കുറിച്ചുകൂടി ചിന്തിക്കുന്ന ആളാണ് VD സതീശൻ എന്നൊക്കെ അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്പം മുമ്പ് സംസാരിച്ച സജിത്തിയേട്ടൻ അദ്ദേഹം വളരെ വിശദമായി, എനിക്ക് വലിയ അഭിമാനം തോന്നിപ്പോയി. ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ ഈ വിഷയം പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരുപക്ഷെ മറ്റ് ചർച്ചകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ അതിന്റെ ജിയോഗ്രഫിക്കൽ സൈഡ് വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രളയത്തിന് ചെങ്ങന്നൂർ നഗരം മുങ്ങിയ നേരവും അല്പം താമസിച്ചതിന് ശേഷമാണ് ആറന്മുള മുങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണെന്നറിയാം? ഈ 224 ഏക്കർ മാത്രം നികത്തി എന്നുള്ളത് കൊണ്ടാണ്. 1500ഓളം ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന പുഞ്ചപ്പാടങ്ങൾ കേരളത്തിൽ എവിടെയാണുള്ളത്? മാത്രവുമല്ല, നമ്മൾ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ചൊക്കെ വാതോരാതെ പലപ്പോഴും പ്രസംഗിക്കുന്നവരാണല്ലോ പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സ്നേഹികളും ഒക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈ ആറന്മുള വിസിറ്റ് ചെയ്തിരുന്നു. ഈ സമര പ്രക്ഷോഭ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ ആറന്മുള വിസിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ഒരു കാരണവശാലും ഇത്തരത്തിലൊരു പദ്ധതിക്ക് അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലമല്ലിത്, അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ്. മാത്രവുമല്ല, ഈ വളരെ റെയർ സ്പീഷീസ് ആയിട്ടുള്ള ചില ജീവികളുടെ ആവാസ വ്യവസ്ഥയുള്ള ഒരു സ്ഥലമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിമാനത്താവളത്തിന് ആരാണ് എതിര്? കണക്ടിവിറ്റി പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ നിലവിൽ ഏതാണ്ട് 70 എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ 12 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ എത്തി നിൽക്കുന്ന എയർപോർട്ടുകളുടെ എണ്ണം ഇന്ത്യയിൽ ആകെ എത്തി നിൽക്കുന്ന എയർപോർട്ടുകളുടെ എണ്ണം ഒന്ന് പരിശോധിച്ച് നോക്കൂ.
ഈ ദേശീയപാത വികസനമാണെങ്കിലും എയർപോർട്ടുകളുടെ വരവാണെങ്കിലും ഒരു കാരണവശാലും തടസ്സം പറയാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പോലെ ഈ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കറിയാമല്ലോ, തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ മനുഷ്യൻ നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഒരു എയർപോർട്ടിലെത്താൻ എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുന്നു. ഒന്ന്, ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല. രണ്ട്, മൂന്ന്, അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശബരിമല, ആറന്മുള, മാരാമണ്ണ്, ചെറുകോൽപ്പുഴ ഉൾപ്പെടെ ഹിന്ദുമത കൺവെൻഷനും ക്രൈസ്തവ കൺവെൻഷനും ഒക്കെ നടക്കുന്ന ഒരു കേന്ദ്രം. ആറന്മുള ഹെറിറ്റേജ് വില്ലേജ്, നമ്മൾ യുനെസ്കോയുടെ പൈതൃക ഗ്രാമങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ആറന്മുള ഹെറിറ്റേജ് വില്ലേജ്, ഇത്രയും ടൂറിസം സാധ്യതയുള്ള ഒരു മേഖലയിൽ വിമാനത്താവളം അനിവാര്യമാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. നിസ്സാര കിലോമീറ്റർ സഞ്ചരിച്ചാൽ മുമ്പ് സൈറ്റായിട്ട് പറഞ്ഞ പോലെ കൊടുമണ്ണിച്ചെല്ലാം ബാക്കി ഭൂമി സർക്കാരിന് ഏറ്റെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാവുന്ന രീതിയിൽ 2000 ഹെക്ടർ ഭൂമിയാണ് അവിടെ സർക്കാരിന്റെ ഉടമസ്ഥതയിൽ തന്നെ ഉള്ളത്. ആർക്കും ഒരു പരിസ്ഥിതിക്ക് ദോഷമില്ലാതെ യാതൊരു മനുഷ്യനെയും കുടിയിറക്കേണ്ട ആവശ്യമില്ലാതെ എബ്രഹാം കലവണി പറഞ്ഞ പോലെ 224 ഏക്കർ ഭൂമി മാത്രമുള്ളത്. 1000 ഏക്കർ സർക്കാർ ഭൂമിയും കൂടെ കിട്ടിയ ഉടനെ പ്രൊജക്ട് തുടങ്ങാം. എന്തൊരു കോമഡിയാണെന്ന് ആലോചിക്കുന്നത്. ഇതിലും വലിയൊരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ഈ എയർക്രാഫ്റ്റ് ആക്ട് 1934, ഇപ്പോഴത്തെ ഡ്രോൺ നിയമം 2021 വന്നത്, 2021 ആണെന്ന് എന്റെ ഓർമ്മ. ഡ്രോൺ നിയമം വന്നതിന് ശേഷം ഡ്രോൺ പറത്തുന്നതിന് കൃത്യമായ നിയമ സംവിധാനമുള്ള നാടാണ് നമ്മുടേത്. ഏതോ ഒരു വ്യക്തിയെന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി അല്പം മുമ്പ് പറഞ്ഞത്. ഏതോ വ്യക്തിയോ? താങ്കൾ UDF പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ UDF ഘടകകക്ഷിയാണ് ഇപ്പോഴും കേരള കോൺഗ്രസ് എങ്കിൽ, കേരള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് ആ മനുഷ്യൻ. അദ്ദേഹം ഏതോ ഒരു വ്യക്തിയാണ്. ഈ എബ്രഹാം കലമണ്ണിലിനൊപ്പം ഈ പദ്ധതിയിൽ പങ്കാളികളായിരിക്കുന്ന കുമരൻ, ജിജി, ഷൺമുഖൻ, ഈ 3 പേരുടെ രാഷ്ട്രീയ പശ്ചാത്തലം വെറുതെ ഒന്ന് പരിശോധിച്ചു നോക്കണം. അപ്പോൾ KGS എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് കമ്പനിയെ എബ്രഹാം കലമണ്ണിൽ 2 കൈയും നീട്ടി സ്വീകരിച്ച് ആറന്മുളയിലേക്ക് കൊണ്ടുവന്നത്, അതിന് 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി പങ്കാളിത്തം, ഓഹരി പങ്കാളിത്തം ഏറ്റെടുത്തതും 2012 സെപ്റ്റംബർ മാസത്തിൽ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കേന്ദ്ര സിവിൽ ഏവിയേഷന്റെ അനുമതി ലഭിച്ചതും കൂട്ടിച്ചേർത്ത് നോക്കിയാൽ ഏതോ വ്യക്തിയാണ് ഈ പറഞ്ഞ എബ്രഹാം കലമണ്ണിൽ എന്ന് വിശ്വസിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്. നെൽവയൽ നികത്തൽ നിയമങ്ങളുടെ അതായത് കണ്ണുമടച്ച് നമ്മൾ വെറുതെ ഒരു വ്യക്തി ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ നെൽവയൽ നികത്താൻ അനുമതി, അതിന്റെ പേര് അല്പം അതിന്റെ ഈ പശ്ചാത്തലം മുമ്പ് സൈത്തിൽ സൂചിപ്പിച്ച വളരെ കൃത്യമാണ്. ഈ അദ്ദേഹത്തിന്റെ കോളേജിന്, എഞ്ചിനീയറിംഗ് കോളേജിന് ഒരു എയറോസ്പേസ് ഉണ്ടാക്കാൻ എന്ന പേര് മാത്രമായി കുറച്ച് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ സമയത്ത് മനുഷ്യൻ അതിനൊപ്പം സഹകരിച്ചു കൂടുന്നു. ആറന്മുളക്കാർ വളരെ എന്താണ് പറയുന്നത്, നിഷ്കളങ്കരായ മനുഷ്യരാണ്. ഈ വികസനത്തിനൊന്നും അവർ എതിരല്ല. പക്ഷേ ഈ അവരെ ഏറ്റവും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന 4 പഞ്ചായത്ത് ഒന്നാകെ തങ്ങളുടെ ഭൂമി വിൽക്കാൻ ഉള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് അല്പം പോയി കേരളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല. കേരളിന് സമാനമായ രീതിയിൽ അവനവന്റെ കയ്യിലുള്ള ഭൂമി ഒന്ന് പണയം വയ്ക്കാനോ മറിച്ചു വിൽക്കാനോ പോലും സാധിക്കാത്ത രീതിയിൽ വ്യവസായ മേഖലയായി പ്രഖ്യാപനം നടത്തി കൊടുത്തിടത്തു നിന്ന് ഇന്നിപ്പോൾ വീണ്ടും UDF അധികാരത്തിൽ വന്ന സമയത്ത് ഇദ്ദേഹം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നതാണ്, അവിടെയാണ് അത് ദുരൂഹമാണെന്ന് സൂചിപ്പിക്കാൻ കാര്യം. മുമ്പ് പറഞ്ഞ പോലെ കൊടുമണിലുണ്ട്, ലാഹ, എരുമേലിയിലുണ്ട്. ശബരിമലയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, ഏക്കർ കണക്കിന് ഭൂമി കിടക്കുന്നത്. ഇനി അതാണെങ്കിൽ അത് സ്വീകരിക്കാം. ഇതൊന്നുമില്ലാതെ ആറന്മുള എന്ന് പറഞ്ഞ് തന്നെ വരുന്നിടത്താണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച വലിയ സംശയങ്ങൾക്ക് ഇടകൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഇരുകൂട്ടരും അതിനെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധന നടത്തി ആത്മാർത്ഥമായി ജനങ്ങളോട് ഇതിന്റെ യാഥാർത്ഥ്യം തുറന്നു പറയേണ്ടതാണ്. അല്ലെങ്കിൽ എബ്രഹാം കലമണ്ണിൽ വെറുതെ ഒരു സുപ്രഭാതത്തിൽ പോലീസിന്റെ അനുമതി ഇല്ലാതെ, ഈ നമ്മുടെ കളക്ടറുടെ അനുമതി ഇല്ലാതെ, പെട്ടെന്ന് തഹസിൽദാര് ഒന്നും അറിയാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഡ്രോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഏതോ ഒരു കമ്പനിയെ ഏൽപ്പിച്ചതിന് ശേഷം പറയുന്നു ഇതെല്ലാം ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ നടപ്പിലാക്കുമെന്നുള്ള പരിപൂർണമായ ഉറപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ UDF ഘടകകക്ഷിയായി നേതാവ് വെറുതെ പറയുന്നതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്.